ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഈ വീഡിയോ ക്ലാസ്സിലൂടെ നോക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് ഇക്വിറ്റി വാല്യുവേഷൻ എന്നതാണ്. അതായത് വാല്യുവേഷൻ ഓഫ് ഇക്വിറ്റി ഷെയർസ്. നമുക്കറിയാം, മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന കമ്പനികൾ ഇഷ്യൂ ചെയ്യുന്ന കമ്പനികളുടെ ഓണർഷിപ്പിൻ്റെ സ്റ്റേക്കായിട്ടുള്ള ഇക്വിറ്റി ക്യാപിറ്റൽ, അത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്, അവർക്ക് അതിന് പകരമായി ലഭിച്ചിരിക്കുന്ന ഒരു കമ്പനിയിൽ അവരുടെ സ്റ്റേക്ക് അല്ലെങ്കിൽ അവരുടെ ഓണർഷിപ്പ് ഉണ്ട് എന്ന് കാണിക്കുന്നതിന് തെളിവായിട്ട് നൽകുന്ന ഷെയർസ്, യൂണിറ്റ് ഓഫ് ഓണർഷിപ്പ്. ആ ഷെയർസിന് നമ്മൾ മാർക്കറ്റിൽ വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്നു. ക്ലിയർ? ഇങ്ങനെ ഷെയർസിൻ്റെ വാങ്ങലും വിൽക്കലൊക്കെ നടക്കുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ സാധാരണഗതിയിൽ ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ള ടേമിൽ അറിയപ്പെടുന്നത്. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്വിറ്റി ഷെയറിൻ്റെ മൂല്യം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ ബോണ്ട് പ്രൈസിൻ്റെ വാല്യുവേഷനെ കുറിച്ച് നോക്കി, ബോണ്ട് പ്രൈസിനെ കുറിച്ച് അല്ലെങ്കിൽ ബോണ്ട് വാല്യുവേഷനെ കുറിച്ച് നോക്കി. അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട സെക്യൂരിറ്റിയാണ് ഇക്വിറ്റി ഷെയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? സോ ഫ്രം ഇൻവെസ്റ്റേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ, ഹൗ വി ക്യാൻ കാൽക്കുലേറ്റ് ഇക്വിറ്റി വാല്യൂ ഓർ വാല്യുവേഷൻ ഓഫ് ഇക്വിറ്റി ഷെയർസ്. അതാണ് ഈ ടോപ്പിക്കിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഒരു കമ്പനിയുടെ ഇക്വിറ്റി ഷെയർസിന് അതിന് ഒരു ഫേസ് വാല്യൂ ഉണ്ടാവും. ക്ലിയർ? ആ ഫേസ് വാല്യൂ ഉള്ള ഷെയർസ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന അത്തരം ഷെയർസിനെ സ്റ്റോക്ക് മാർക്കറ്റിൽ കമ്പനികളെ ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ട്രേഡിങ്ങിന് വേണ്ടി ഏൽപ്പിക്കുകയാണെങ്കിൽ, അവിടെ ബൈയിങ്ങും സെല്ലിങ്ങും നടക്കുന്നതിൻ്റെ ഫലമായി മാർക്കറ്റിൽ ഒരു വിലയുണ്ടാവും. അതിനെ നമ്മൾ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയും, അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ എന്ന് പറയും. അപ്പോൾ നോമിനൽ വാല്യൂ ആയിട്ടുള്ള ഫേസ് വാല്യൂ ഉണ്ട്, പിന്നെയോ മാർക്കറ്റിലുള്ള വിലയായിട്ടുള്ള മാർക്കറ്റ് വാല്യൂ ഉണ്ട്. ഓക്കെ, ഇതിന് പുറമേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ടെർമിനോളജിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ത്? ഇൻട്രിൻസിക് വാല്യൂ ഓഫ് ഷെയർസ്. ഷെയറിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ. ക്ലിയർ? കാൽക്കുലേറ്റഡ് വാല്യൂ അല്ലെങ്കിൽ ഷെയറിൻ്റെ തിയറട്ടിക്കൽ വാല്യൂ. ഇങ്ങനെ ഒരു തിയറട്ടിക്കൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചില മോഡൽസ് ഉപയോഗിക്കുന്നു, ചില മെത്തേഡ്സ് ഉപയോഗിക്കുന്നു. ക്ലിയർ? ചില അപ്രോച്ചസ് ഫോളോ ചെയ്യുന്നു. ഇതെല്ലാം കൂടെ ചേർന്നതാണ് ഇക്വിറ്റി വാല്യുവേഷൻ. അപ്പോൾ ഇക്വിറ്റി വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദി പ്രോസസ് ഓഫ് കാൽക്കുലേറ്റിംഗ് the value of equity share, the worth of equity share, clear, by using certain models, certain formulas, clear, or by following certain approaches. അപ്പോൾ ഇങ്ങനെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്ന, മൂല്യം കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇക്വിറ്റി വാല്യുവേഷൻ. ക്ലിയർ? അപ്പോൾ ഈ ഇക്വിറ്റി വാല്യുവേഷനിൽ നമ്മൾ ഈ ഇക്വിറ്റി വാല്യുവേഷനെ സംബന്ധിച്ചുള്ള ഈ കാര്യത്തിൽ വരാവുന്ന ചില അപ്രോച്ചസ് ടു ഇക്വിറ്റി വാല്യുവേഷൻ, അതാണ് ഇവിടെ നമ്മൾ ഇപ്പോൾ നോക്കുന്നത്. ക്ലിയർ? എന്താണ് ഈ അപ്രോച്ചസ്? ഇപ്പോൾ ഇവിടെ ഒരുപക്ഷെ നമുക്ക് അയച്ച സ്റ്റഡി മെറ്റീരിയൽ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ കാണാൻ പറ്റും, പ്രധാനമായിട്ടും there are 3 major valuation techniques which are generally applicable. ഇതിന് നമ്മൾ അപ്രോച്ചസ് എന്ന് വേണമെങ്കിൽ പറയാറുണ്ട്, അല്ലെങ്കിൽ ടെക്നിക്സ് എന്ന് വേണമെങ്കിലും പറയാം. ക്ലിയർ? ഇപ്പോൾ അപ്രോച്ചസ് എന്ന് പറഞ്ഞാൽ എന്താ? സമീപനം. അപ്പോൾ വാല്യൂ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എങ്ങനെ അതിനെ സമീപിക്കുന്നു? അപ്പോൾ പല രീതിയിലും അതിനെ പറയാറുണ്ട്. ക്ലിയർ? അപ്പോൾ എങ്ങനെയൊക്കെ പറയാറുണ്ട്? ചില അവസരത്തിൽ അത് എന്തായിട്ട് അറിയപ്പെടുന്നു? ഇക്വിറ്റി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഫോളോ ചെയ്യുന്ന അപ്രോച്ചസ്. അതിൽ ഇൻകം അപ്രോച്ച് എന്ന് പറയാറുണ്ട്. ഇൻകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇക്വിറ്റിയുടെ വാല്യൂ നിശ്ചയിക്കുക. അതുപോലെ തന്നെ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ വാല്യുവേഷൻ നമ്മൾ പറയാറുണ്ട്. ഈ ഇൻകം അപ്രോച്ചിനെ തന്നെ പറയുന്ന വേറൊരു പേരാണെന്ത്? ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ വാല്യുവേഷൻ. ക്ലിയർ? അതുപോലെ തന്നെ വീണ്ടും ചില അവസരത്തിൽ നമ്മൾ എന്ത് പറയാറുണ്ട്? അസറ്റ്സിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വാല്യൂ ചെയ്യാൻ പറയാറുണ്ട്. അപ്പോൾ അതിനെ അസറ്റ്സ് ബേസ്ഡ് അപ്രോച്ച് എന്ന് പറയും. ക്ലിയർ? അതുപോലെ തന്നെ കമ്പാരിസൺ ചെയ്തുകൊണ്ട്, ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ പ്രൈസ് കമ്പാരിസൺ ഒക്കെ ചെയ്തുകൊണ്ട് വാല്യൂ ചെയ്യാറുണ്ട്. ക്ലിയർ? അപ്പോൾ അതിന് നമ്മൾ പറയുമ്പോൾ റിലേറ്റീവ് അപ്രോച്ച് അല്ലെങ്കിൽ കമ്പാരിറ്റീവ് അപ്രോച്ച് അല്ലെങ്കിൽ കമ്പാരിസൺ എന്നൊക്കെ നമ്മൾ പറയും. ക്ലിയർ? ട്രാൻസാക്ഷൻ കമ്പാരിസൺ എന്നൊക്കെ പറയും. ഇങ്ങനെ പല അപ്രോച്ചസ് നമ്മൾ ഫോളോ ചെയ്യും. അതുപോലെ തന്നെയാണ് മൾട്ടിപ്ലയർ അപ്രോച്ച്. വേറൊരു പ്രധാനപ്പെട്ട അപ്രോച്ചാണ് എന്ത്? മൾട്ടിപ്ലയർ അപ്രോച്ച്. അപ്പോൾ ഇങ്ങനെയുള്ള ചില അപ്രോച്ചസിനെ കുറിച്ചാണ് നമ്മളിതിൽ നോക്കുന്നത്. ഓക്കെ, അപ്പം
വളരെ ചുരുക്കി നമുക്ക് നോക്കാം ഓരോന്നും എന്താണെന്ന്. ക്ലിയർ? എന്താണ് ഈ അസറ്റ്സ് ബേസ്ഡ് അപ്രോച്ചിൽ പറയുന്നത്, അല്ലെങ്കിൽ അസറ്റ്സ് ബേസ്ഡ് വാല്യുവേഷൻ ടെക്നിക്കിൽ പറയുന്നത്? ഒരു കമ്പനിയുടെ അസറ്റ്സിന്, അല്ലേ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആരാ? ഓണേഴ്സ് ഓഫ് എ കമ്പനിയാണ്, അല്ലേ? കമ്പനിയുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഓണേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കമ്പനിയുടെ ആകെ അസറ്റ്സിൽ നിന്നും, അല്ലേ, ഔട്ട്സൈഡേഴ്സിന് പുറമെ കൊടുക്കാനുള്ള ആളുകളുടെ ലയബിലിറ്റീസ് മുഴുവൻ കൊടുത്തു തീർത്താൽ ബാക്കിയുള്ള എമൗണ്ട് എല്ലാം ആരുടെ തന്നെ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെയാണ്. ഇതിന് നമ്മളൊരു പേര് പറയാറുണ്ട്, അല്ലേ? എന്താണ് അതിൻ്റെ പേര് പറയുക? നെറ്റ് വർത്ത്. എന്താ പറയുക? നെറ്റ് വർത്ത്. ക്ലിയർ? സോ വാട്ട് ഈസ് നെറ്റ് വർത്ത്? Total assets minus outsiders liability. So this is called net worth of a company. Clear? ഇങ്ങനെയുള്ള നെറ്റ് വർത്തിനെ, ക്ലിയർ, നമ്മൾ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്, നമ്പർ ഓഫ് ഷെയർസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഒരു വാല്യൂ കിട്ടും, അല്ലേ? ഈ വാല്യൂ എന്താ? നമ്മൾ ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയും. എന്ത് പറയുന്നു? ഇൻട്രിൻസിക് വാല്യൂ. ക്ലിയർ? സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഇൻട്രിൻസിക് വാല്യൂ. ഓക്കെ. അപ്പം ഇങ്ങനെ കമ്പനിയുടെ അസറ്റ്സിൻ്റെ എല്ലാം കറക്റ്റായിട്ടുള്ള വില, ഫെയർ വാല്യൂ ഒക്കെ എടുത്ത് ആ ടോട്ടൽ ഫെയർ വാല്യൂ ഓഫ് അസറ്റ്സിൽ നിന്നും എന്ത് ചെയ്യുന്നു? ഔട്ട്സൈഡേഴ്സിന് കൊടുക്കാനുള്ള ലയബിലിറ്റി കുറച്ച് അങ്ങനെ കിട്ടുന്ന നെറ്റ് വർത്ത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? ഒരു ഷെയറിൻ്റെ വർത്ത് എത്രയാണ് കണ്ടുപിടിക്കുന്നത്, ഇൻട്രിൻസിക് വാല്യൂ കണ്ടുപിടിക്കുന്നു. ഇങ്ങനെ കമ്പനികളുടെ ഷെയറിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെന്ത് പറയാം? അസറ്റ്സ് ബേസ്ഡ് അപ്രോച്ച് അല്ലെങ്കിൽ അസറ്റ്സ് ബേസ്ഡ് വാല്യുവേഷൻ ടെക്നിക് എന്ന് പറയാം. സോ ദിസ് ഈസ് വാട്ട് അസറ്റ്സ് ബേസ്ഡ് വാല്യുവേഷൻ. ക്ലിയർ? ഓക്കെ. എന്താണ് ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത്? റിലേറ്റീവ് വാല്യുവേഷൻ എന്ന് പറയാം. എന്താ പറയുക? റിലേറ്റീവ് വാല്യുവേഷൻ. ക്ലിയർ? ഇതിന് നമുക്ക് വേണമെങ്കിൽ ട്രാൻസാക്ഷൻ കമ്പാരിസൺ ടെക്നിക്കെന്നോ ട്രാൻസാക്ഷൻ കമ്പാരിസൺ അപ്രോച്ച് എന്നൊക്കെ പറയാം. ഇവിടെ എന്ത് ചെയ്യണത്? കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്താണ് കമ്പയർ ചെയ്യുന്നത്? സിമിലറായിട്ട് വരുന്ന, ഒരേ രീതിയിൽ ബിസിനസ് ചെയ്യുന്ന, ഒരേ രീതിയിൽ ഏർണിംഗ് കപ്പാസിറ്റി ഉള്ള, ഒരേ രീതിയിൽ ക്യാപിറ്റൽ സ്ട്രക്ചറോ അല്ലെങ്കിൽ ക്യാപിറ്റലൈസേഷനോ ഒക്കെ ഉള്ള, ഒരേ സെക്ടറിൽ വരാവുന്ന കമ്പനികളെ റിസ്കിൻ്റെയും റിട്ടേണിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സിമിലർ ഗ്രൂപ്പായിട്ട് പറയുന്നു. എന്തായിട്ട് പറയുന്നു? സിമിലർ ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഇങ്ങനെ ഒരു സിമിലറായിട്ട് വരുന്ന ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ആ കമ്പനിയുടെ ആവറേജ് ആയിട്ടുള്ള റേറ്റ് ഓഫ് റിട്ടേൺ എന്താണ്? ക്ലിയർ? പ്രൈസ് ഏർണിങ്സ് റേഷ്യോ ഉണ്ട്, ഏർണിങ്സ് എത്രയാണ്? ക്ലിയർ? അങ്ങനെയാണെങ്കിൽ പ്രൈസ് എത്രയായിരിക്കും? ക്ലിയർ? ഇങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യും. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് PE റേഷ്യോ എന്നൊക്കെ പറയും. എന്താ പറയുന്നത്? PE റേഷ്യോ. PE റേഷ്യോ നേരത്തെ എപ്പോഴും ശ്രദ്ധിച്ചെന്ന് എങ്കിലും ഇപ്പോൾ കേൾക്കുക. എന്താണത്? പ്രൈസ് ഏർണിങ്സ് റേഷ്യോ. ക്ലിയർ? പ്രൈസ് ഡിവൈഡഡ് ബൈ ഏർണിങ്സ് ഇൻറ്റു, ക്ലിയർ, ഏർണിങ്സ്. അതിനാണ് PE റേഷ്യോ എന്ന് പറയുക. അപ്പോൾ എന്താ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ₹1 കമ്പനിയിൽ നിന്നുള്ള ഏർണിങ്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടി എത്ര രൂപയുടെ പ്രൈസാണ് ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് വില്ലിങ് ആവുന്നത്, കൊടുക്കാൻ വേണ്ടി വില്ലിങ് ആവുന്നത്. ഇതെങ്ങനെ കണ്ടുപിടിക്കും? കറണ്ട് മാർക്കറ്റ് പ്രൈസിനെ ഷെയർ പ്രൈസായിട്ട് എടുക്കുന്നു, കമ്പനിയുടെ ഏർണിങ്സിനെ എന്തായിട്ട് എടുക്കുന്നു? ഏർണിങ്സ് അല്ലെങ്കിൽ ഏർണിങ്സ് പെർ ഷെയർ, EPS എന്നാണ് പറയുക. അപ്പോൾ EPS നമ്മൾ ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കുന്നു. ക്ലിയർ? ഇങ്ങനെ P, ദാറ്റ് ഈസ് കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ ഇറ്റ്സ് EPS, ഏർണിങ്സ് പെർ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റേഷ്യോ കിട്ടും. ക്ലിയർ? സേ ഫോർ എക്സാമ്പിൾ 10 എന്നാണ് കിട്ടുന്നത് വിചാരിക്കുക, 10 എന്ന് കിട്ടി. EPS = 10. എന്താ അതിൻ്റെ അർത്ഥം? ₹1 ഏർണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ₹10 ഷെയർ, അല്ലേ, ഷെയറിൻ്റെ വില ₹10 മുടക്കാൻ തയ്യാറാണ്. ക്ലിയർ? സോ ഇൻ ഓർഡർ ടു ഏൺ ₹1 earning from a company, an investor is willing to pay ₹10 as a share price. Clear? ഒരു കമ്പനിയുടെ ഷെയറിൻ്റെ പ്രൈസ്, അല്ലേ, ₹1 ഏർണിങ്സ് കിട്ടാൻ വേണ്ടി ₹10 വരെ മുടക്കാൻ തയ്യാറാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ക്ലിയർ? ഇപ്പോൾ ഏർണിങ്സ് നമ്മുടെ PE റേഷ്യോ എന്ന് പറയുന്നത് 20 ആണെന്ന് വിചാരിക്കുക. എന്താ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ₹1 ഏർണിങ്സ് കിട്ടാൻ വേണ്ടി, EPS കിട്ടാൻ വേണ്ടി, ക്ലിയർ, ₹20 വരെ മുടക്കാൻ ആര് തയ്യാറാവുന്നു? ഇൻവെസ്റ്റേഴ്സ് തയ്യാറാവുന്നു. ക്ലിയർ? ഇങ്ങനെ നമ്മൾ ഈ PE റേഷ്യോസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാറാണ്. ഈ PE റേഷ്യോസ് കുറേ കമ്പനികൾ, സിമിലറായിട്ട് വരുന്ന കമ്പനികളുടെ, ഒരേ ഗ്രൂപ്പിൽ വരാവുന്ന കമ്പനികളുടെ, ക്ലിയർ, സിമിലാരിറ്റി ഉള്ള കമ്പനികളുടെ, ഐഡൻറ്റിറ്റിക്കൽ കമ്പനീസിനെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, അതിൻ്റെ ട്രാൻസാക്ഷൻ പ്രൈസും, അല്ലേ, കറണ്ടിലുള്ള മാർക്കറ്റ് പ്രൈസും, അതുപോലെ തന്നെ അതിൻ്റെ ഏർണിങ്സും അതിൻ്റെ PE റേഷ്യോ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്ത് നമുക്കറിയാൻ പറ്റും? കമ്പനിയുടെ, ഓക്കെ, ഇപ്പോഴത്തെ
പി റേഷ്യോ, ആവറേജ് റേഷ്യോ എത്രയായിരിക്കും നമുക്കറിയാൻ പറ്റും. ക്ലിയർ? സോ ബേസ്ഡ് ഓൺ ദി ആവറേജ് പി ഓഫ് ദി ഗ്രൂപ്പ്, ക്ലിയർ, then by obtaining the estimated earnings or earnings per share of a company, we can calculate the share price of a company. Clear? അങ്ങനെ കമ്പനിയുടെ ഷെയറിൻ്റെ പ്രൈസ് നമുക്ക് എത്രയാവും അല്ലെങ്കിൽ ഏത് രീതിയിൽ വരാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ദിസ് ഈസ് കോൾഡ് റിലേറ്റീവ് വാല്യുവേഷൻ. ക്ലിയർ? റിലേറ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ഇൻ റിലേഷൻ ടു അനദർ, അല്ലേ? ഒന്നുമായിട്ട് മറ്റൊന്നിനെ കമ്പയർ ചെയ്യുമ്പോൾ, അതുകൊണ്ട് തന്നെ കമ്പാരിസൺ മെത്തേഡ് എന്നോ കമ്പാരിറ്റീവ് അപ്രോച്ച് എന്നോ ഒക്കെ പറയാറുണ്ട്. ക്ലിയർ? സോ ദാറ്റ് ഈസ് അബൌട്ട് ദി relative valuation model. Clear? And what is third one? Third one is the most commonly used model or most commonly used approach for valuation, technique for valuation, that is called discounted cash flow, DCF method. Clear? അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ DCF എന്ന് പറയുന്ന പോലെ ക്യാഷ് ഫ്ലോ അപ്രോച്ച് എന്ന് വേണമെങ്കിലും പറയാം. ക്യാഷ് ഫ്ലോ തന്നെ അപ്രോച്ച് രണ്ട് തരത്തിലുണ്ട്. ക്ലിയർ? ഒന്ന് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ഉണ്ട്, അതുപോലെ തന്നെ ഫ്രീ ക്യാഷ് ഫ്ലോ ഉണ്ട്. ക്ലിയർ? ഫ്രീ ക്യാഷ് ഫ്ലോ, നോൺ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ഉണ്ട്, ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ഉണ്ട്. ക്ലിയർ? അപ്പോൾ ഇവിടെ ഫ്രീ ക്യാഷ് ഫ്ലോസും എടുക്കാം, ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോസും എടുക്കാം. ഈ രണ്ട് രീതിയിൽ നമുക്ക് വാല്യൂ ചെയ്യാം. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ പൊതുവായിട്ട് അങ്ങനെ പറയുകയാണെങ്കിൽ എന്ത് പറയാം? ക്യാഷ് ഫ്ലോ അപ്രോച്ച്. ക്ലിയർ? ഇതിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ആണ്. അതുകൊണ്ട് ഇതിന് എന്ത് പറയുന്നു? DCF മെത്തേഡ് എന്ന് പറയുന്നത്. ഇതൊരു ടെക്നിക്കോ മെത്തേഡോ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ക്ലിയർ? അതുപോലെ തന്നെ ഒരു അപ്രോച്ച് ആയിട്ടും ഫോളോ ചെയ്യാം. ഇങ്ങനെ ഇവിടെ ഈ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ അപ്രോച്ച് അനുസരിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇവിടെ അസ്യൂം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് മാർക്കറ്റിലുള്ള വിലയെ സംബന്ധിക്കുന്നതല്ല. ക്ലിയർ? അല്ലെങ്കിൽ മാർക്കറ്റിലുള്ള മറ്റുള്ള കമ്പനിയുടെ വിലകളെ സംബന്ധിക്കുന്നതല്ല, ഒരു കമ്പനിയുടെ അസറ്റ്സിനെ സംബന്ധിക്കുന്നതല്ല. പിന്നെന്താണ്? ഒരു കമ്പനിയുടെ ഷെയറിൽ നിന്നും ഒരു ഇൻവെസ്റ്റർക്ക് ലഭിക്കുന്ന റിട്ടേൺ എന്തൊക്കെയാണ്, അല്ലേ? ക്യാഷ് ഫ്ലോസ് എന്തൊക്കെയാണ്, അല്ലേ? ഈ ക്യാഷ് ഫ്ലോസ് നമ്മൾ എന്ത് പറയും? ക്യാഷ് ഇൻഫ്ലോസ്. എന്താ പറയുക? ക്യാഷ് ഇൻഫ്ലോ. നമ്മൾ ബോണ്ടിൻ്റെ ഒക്കെ പഠിച്ചു അല്ലേ? ക്യാഷ് ഇൻഫ്ലോസും ക്യാഷ് ഔട്ട് ഫ്ലോ. അപ്പോൾ കിട്ടുന്ന പൈസ നമ്മൾ ക്യാഷ് ഇൻഫ്ലോ പറയും, മുടക്കുന്ന പൈസ എന്ന് പറയും ക്യാഷ് ഔട്ട് ഫ്ലോ എന്ന് പറയും, അല്ലേ? ഇപ്പോൾ ക്യാഷ് ഔട്ട് ഫ്ലോ എന്താണ്? നമ്മൾ കൊടുക്കുന്ന പ്രൈസാണ്. ക്ലിയർ? പർച്ചേസ് പ്രൈസ്. ക്യാഷ് ഇൻഫ്ലോ എന്താ? സോ ക്യാഷ് ഇൻഫ്ലോസ് ആർ ഷെയർ ആയതുകൊണ്ട് എന്താ കിട്ടുക? നമുക്ക് ഡിവിഡൻഡ് ആണ് കിട്ടുക. സോ ഡിവിഡൻഡ്. ക്ലിയർ? ആനുവൽ ഡിവിഡൻഡ്. പിന്നെ എന്ത് കൂടെ കിട്ടും? നമ്മൾ വിൽക്കാൻ പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? പ്രൈസ് കൂടെ കിട്ടും. എന്ത് പ്രൈസാ? സെല്ലിംഗ് പ്രൈസ് കൂടെ കിട്ടും. ക്ലിയർ? സോ സെല്ലിംഗ് പ്രൈസ്. ഇപ്പോൾ സെല്ലിംഗ് പ്രൈസും ഡിവിഡൻഡും ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് ക്യാഷ് ഇൻഫ്ലോസ്. ഈ ക്യാഷ് ഇൻഫ്ലോസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിസ്കൗണ്ടിങ് ചെയ്യുന്നു, അല്ലേ? എന്താ ഡിസ്കൗണ്ടിങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. ക്ലിയർ? അപ്പം അങ്ങനെ ഒരു റേറ്റ് ഉപയോഗിച്ചുകൊണ്ട്, ഡിസ്കൗണ്ട് റേറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തെടുത്ത്, ക്ലിയർ, അതിനനുസരിച്ച് വാല്യൂ നിശ്ചയിക്കും. അതുകൊണ്ട് ഇതിനെന്ത് പറയുന്നു? ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ അപ്രോച്ച് എന്നോ പ്രസൻറ്റ് വാല്യൂ അപ്രോച്ച് എന്നോ പ്രസൻറ്റ് വാല്യൂ മെത്തേഡ് എന്നോ DCF മെത്തേഡ് എന്നോ ഒക്കെ പറയാം. ക്ലിയർ? അത് ഇവിടെ എല്ലാം ഒരു ബോണ്ടിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിൻ്റെ അടിസ്ഥാനത്തിലായതുകൊണ്ട്, ക്ലിയർ, ഇതിനെന്തുകൂടെ പറയാറുണ്ട്? ദീസ് മെത്തേഡ് ഈസ് ആൾസോ കംസ് അണ്ടർ ദി ഇൻകം അപ്രോച്ച്. എന്ത് അപ്രോച്ചാണ്? ഇൻകം. ഇൻകത്തിനെ അനുസരിച്ചുകൊണ്ടാണ് ഇവിടെ വാല്യുവേഷനൊക്കെ ചെയ്യുന്നത്. ക്ലിയർ? ഇപ്പോൾ ഇൻകം എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ? ഡിവിഡൻഡ്. ഓക്കെ. ഇപ്പോൾ ഡിവിഡൻറ്റിനെ അനുസരിച്ച് കൊണ്ട് നമ്മളിത് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ മെത്തേഡ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡിവിഡൻഡ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് ഡിവിഡൻഡ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് കിട്ടും. ക്ലിയർ? അതുപോലെ തന്നെ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ക്യാഷ് ഫ്ലോസിനെ ഡിസ്കൗണ്ടിങ് ഒന്നും ചെയ്യുന്നില്ല. പകരം എന്ത് ചെയ്യുന്നു? സിമ്പിളായിട്ട് ചെയ്തു. ക്ലിയർ? പകരം വീണ്ടും എന്ത് ചെയ്യാം? സിമ്പിളായിട്ട് ക്യാപിറ്റലൈസ് ചെയ്യുന്നതിന് പകരം ഗ്രോത്ത് നമ്മൾ കൂടെ ആസ്പെക്റ്റ്, ഒരു കമ്പനിയുടെ ഏർണിങ്സിൽ വരാവുന്ന ഗ്രോത്തിൻ്റെ ആസ്പെക്റ്റ് കൂടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, മെഷർ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിനെ കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് പറയും? ഡിവിഡൻഡ് ക്യാപിറ്റലൈസേഷൻ പ്ലസ് അല്ലെങ്കിൽ ഗ്രോത്ത് മെത്തേഡ് എന്ന് പറയാം. ഡിവിഡൻഡ് ക്യാപിറ്റലൈസേഷൻ ആൻഡ് ഗ്രോത്ത് മെത്തേഡ്. ഡിവിഡൻഡ് ക്യാപിറ്റലൈസേഷൻ വിത്ത് ഗ്രോത്ത് മെത്തേഡ്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ അത് വേറൊരു മെത്തേഡായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ എന്നുള്ള രീതിയിൽ എടുക്കുന്ന സമയത്ത് എന്തുകൂടെ വരാറുണ്ട്? ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോസ് ആയിട്ടുള്ള ക്യാഷ് ഫ്ലോസിനെ മുഴുവൻ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യും. ക്ലിയർ? അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രസൻറ്റ് വാല്യൂയിലേക്ക് മാറ്റുന്നു. പ്രസൻറ്റ് വാല്യൂ ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, അല്ലേ? ടൈം വാല്യൂ ഓഫ് മണിയുടെ കേസ് നമ്മൾ പഠിക്കുമ്പോഴും ബോണ്ട് വാല്യുവേഷനൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. എന്താണ് അത് പഠിച്ചത്? ക്യാഷ് ഇൻഫ്ലോ, അല്ലേ, ഡിവൈഡഡ് ബൈ 1+R/N, അല്ലേ? ഇവിടെ നേരത്തെ നോക്കിയ പോലെ R എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് ആണ്. ഈ R നെ നമുക്ക് എങ്ങനെയൊക്കെ പറയാം? റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് എന്ന് പറയാം, അല്ലേ?
അല്ലെങ്കിൽ ഇവിടെ നമ്മൾ വാല്യുവേഷൻ്റെ കേസിൽ വരികയാണെങ്കിൽ എന്ത് പറയാം, റിക്വയർഡ് റേറ്റ് എന്ന് പറയാം, എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയാം, ക്യാപിറ്റലൈസേഷൻ റേറ്റ് എന്ന് പറയാം, ഒക്കെ പറയാം. ക്ലിയർ? അതുകൊണ്ട് ഇവിടെ ഇക്വിറ്റിയുടെ വാല്യൂ ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നാണ് പറയുക അല്ലേ, അതിനെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയും, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി KE. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് R നമുക്ക് എന്തുകൂടെ ചേർക്കാം, KE എന്ന് ചേർക്കാം. ക്ലിയർ? അല്ലെങ്കിൽ സിംപ്ലി K. ഓക്കെ, ഇങ്ങനെ ചേർക്കാം. എന്താണ് നമ്പർ ഓഫ് ഇയർ. ഇതൊക്കെ നമ്മൾ ഡിസ്കൗണ്ടിങ്ങിൻ്റെ സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതുപോലെ ബോണ്ട് വാല്യൂഷൻ സമയത്തൊക്കെ നമ്മൾ നോക്കിയതാണ്. ക്ലിയർ? അപ്പോൾ ഇതേ മോഡൽ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഷെയർ എന്നുള്ള റിട്ടേൺ അല്ലെങ്കിൽ പ്രസന്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ക്ലിയർ? ഇവിടെ ക്യാഷ് ആൻഡ് ഫ്ലോസ് ഫ്രം എ ബോണ്ട് എന്തൊക്കെയായിരിക്കും? സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 ഐറ്റം. നമ്പർ 1 ഡിവിഡൻഡ് അല്ലേ, രണ്ടാമത്തെ എന്താ, ഷെയർ പ്രൈസ്. ക്ലിയർ? എന്താ ഷെയർ പ്രൈസ്, വിൽക്കുന്ന സമയത്ത് കിട്ടുന്ന വാല്യൂ. ക്ലിയർ? ഇപ്പോൾ പ്രൈസ്. ഓക്കെ, ഇങ്ങനെ കിട്ടുന്ന സമയത്തുള്ള പ്രൈസ് നമുക്ക് P ആയിട്ട് പറയാം. അതുപോലെ തന്നെ D എന്ന് പറയുന്നത് എന്താ, ഡിവിഡൻഡ്. ഇപ്പം രണ്ടും കൂടെ ചേർന്നാണ് ടോട്ടൽ ക്യാഷ് ആൻഡ് ഫ്ലോ. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പ്രസന്റ് വാല്യൂ നമ്മൾ എടുക്കുന്നു. ക്ലിയർ? ഓക്കെ, അപ്പം ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ അനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇതൊരു ഡിസ്കൗണ്ടിങ് അപ്രോച്ചാണ്. ക്ലിയർ? പ്രസന്റ് വാല്യൂ അപ്രോച്ച് അനുസരിച്ച് ചെയ്യാവുന്നതാണ്. ക്ലിയർ? ഇതിന് പുറമെ വീണ്ടും അപ്രോച്ച് എന്ന മൾട്ടിപ്ലയർ അപ്രോച്ച്, ഇതിന് താഴെ നമ്മൾ അത് പിന്നീട് നോക്കും. ക്ലിയർ? ഓക്കെ, എനിവേ നമ്മളിതിലെ ഓരോ മെത്തേഡിലേക്ക് നമുക്ക് നോക്കാം. മെത്തേഡ്സിലേക്ക് വരും. വാല്യുവേഷൻ മോഡൽസ് എന്ന് വേണമെങ്കിൽ പറയുന്നു, അല്ലെങ്കിൽ വാല്യുവേഷൻ മെത്തേഡ്സ് എന്ന് പറയും. എങ്ങനെയൊക്കെയാണ് നമുക്ക് വാല്യൂ ചെയ്യാൻ പറ്റുക? ക്ലിയർ? എന്തിനാണ് ഈ വാല്യുവേഷനൊക്കെ ചെയ്യേണ്ടത് അല്ലേ? നമ്മൾ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് ഷെയറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് എ നെസസിറ്റി ആൻഡ് വാട്ട് ഈസ് എ ഇമ്പോർട്ടൻസ് ഓർ വാട്ട് ഈസ് എ സിഗ്നിഫിക്കൻസ് ഓഫ് കാൽക്കുലേറ്റിംഗ് ദ വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ അല്ലേ? ഇക്വിറ്റി ഷെയറിൻ്റെ വാല്യൂ ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് എന്താ കാര്യമുണ്ട്, എന്താ കാര്യം അല്ലേ? നമ്മൾ നേരത്തെ ബോണ്ടിൻ്റെ കേസിൽ പഠിച്ച പോലെ നമ്മൾ ഇവിടെ പറയാൻ പറ്റും. കാരണം ഒരു ബോണ്ടിൻ്റെ കാൽക്കുലേറ്റഡ് വാല്യൂ, അത് നമ്മൾ ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നു, അതിനെ കറണ്ട് മാർക്കറ്റ് പ്രൈസുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട്, കമ്പയർ ചെയ്തുകൊണ്ട്, താരതമ്യം ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസിഷൻ എടുക്കാം. എന്ത് ഡിസിഷൻ? ഒരു റാഷണൽ ഡിസിഷൻ എടുക്കാം. റാഷണൽ ആയിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാം. ക്ലിയർ? അപ്പം ഇങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാൻ സഹായിക്കും. എന്ത് ഡിസിഷൻ എടുക്കുക അല്ലേ? വെൻ ടു ബൈ, എപ്പോൾ വാങ്ങിക്കണം, വെൻ ടു സെൽ, എപ്പോൾ വിൽക്കണം അല്ലേ? എന്താണ് ഒരു അണ്ടർ പ്രൈസ്ഡ് ഷെയർ, ഏതാണ് ഒരു ഓവർ പ്രൈസ്ഡ് ഷെയർ അല്ലേ? അല്ലെങ്കിൽ ഏതാണ് ഒരു ഫെയർ പ്രൈസ്ഡ് ഷെയർ. അപ്പോൾ ഇങ്ങനെയൊക്കെ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് വാല്യൂ കണ്ടുപിടിക്കണം. ഇൻട്രിൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ തിയററ്റിക്കൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അതിനെ മാർക്കറ്റ് പ്രൈസുമായിട്ട് എന്ത് ചെയ്യണം, കമ്പയർ ചെയ്യണം. ക്ലിയർ? അപ്പം ഇങ്ങനെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ തീരുമാനം എടുക്കുക. ഓക്കെ, ഇതാണ് ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ വാല്യുവേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മോഡൽസ് എന്തൊക്കെയാണ്? ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കൗണ്ടിങ് മെത്തേഡാണ് നോക്കുന്നതെങ്കിൽ ഡിസ്കൗണ്ടിങ് മോഡൽ, ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ ഒരു മോഡലാണ്, പ്രധാനപ്പെട്ട ഒരു മോഡലാണെന്ത്, ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ. ക്ലിയർ? ഇവിടെ ഡിസ്കൗണ്ട് ചെയ്യുന്നു. ഇനി നോൺ ഡിസ്കൗണ്ടിങ് ആയിട്ടുള്ള രീതിയിലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഷെയറിൻ്റെ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. ക്ലിയർ? അപ്പോൾ അതിന് നമ്മൾ എന്ത് പറയും, ഡിവിഡൻഡ് ക്യാപിറ്റലൈസേഷൻ മോഡൽസ്. ഡിവിഡൻറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്യുന്ന രീതിയിൽ എടുക്കുന്നു. ഓക്കെ, അപ്പം ഇങ്ങനെ പല രീതിയിലുള്ള മോഡൽസ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മെത്തേഡാണ് വിചാരിക്കുക. സോ ഒന്നാമത്തെ കേസ് നമ്മൾ എടുക്കുകയാണ്, ഡിവിഡൻറ്റിനെ ഡിസ്കൗണ്ട് ചെയ്യണം. ഇങ്ങനെ ഡിവിഡൻറ്റിനെ ഡിസ്കൗണ്ട് ചെയ്യുകയാണെങ്കിൽ 2 സിറ്റുവേഷൻ വരാം. എന്തൊക്കെ വരാം? 2 സിറ്റുവേഷൻ. എന്താ 2 സിറ്റുവേഷൻ? ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു ഷെയർ വാങ്ങിക്കുന്നു. ക്ലിയർ? ആ ഷെയർ ഒരു നിശ്ചിത തീയതി അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞ് നമ്മൾ വിൽക്കുന്നു. ഓക്കെ, അപ്പോൾ അവിടെ വാല്യുവേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഇയർലി ആണ്. അങ്ങനെ വാല്യുവേഷൻ്റെ പീരീഡ് 1 വർഷത്തേക്കാണെങ്കിൽ, നമ്മൾ വാല്യൂ ചെയ്യാൻ പോകുന്ന ഷെയറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് 1 വർഷത്തേക്കുള്ള വാല്യൂ ആണെങ്കിൽ അതിനെ സിംഗിൾ പീരീഡ് വാല്യുവേഷൻ എന്ന് പറയും. എന്താ പറയുക? സിംഗിൾ പീരീഡ് വാല്യുവേഷൻ. ക്ലിയർ? ഇപ്പോൾ 1ൽ കൂടുതൽ വർഷം നമ്മുടെ ഹോൾഡിംഗ് ഉണ്ടെങ്കിൽ, ഇതിന് നമ്മൾ പറയുന്ന പേര് ഹോൾഡിംഗ് പീരീഡ് എന്നാണ് കേട്ടോ. ഒരു ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്ത തീയതി മുതൽ അത് ഡിസ്പോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തീയതി വരെയുള്ള പീരീഡിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? ഹോൾഡിംഗ് പീരീഡ്. എന്താ പറയുക? ഹോൾഡിംഗ് പീരീഡ്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഈ ഹോൾഡിംഗ് പീരീഡിലുള്ള റിട്ടേൺ നമ്മൾ എന്ത് പറയും? ഹോൾഡിംഗ് പീരീഡ് റിട്ടേൺ. ഓക്കെ, ഇപ്പം ഇങ്ങനെ ഹോൾഡിംഗ് പീരീഡ് ഒരു സിംഗിൾ ഇയർ ആവാം, അല്ലെങ്കിലോ 1ൽ കൂടുതൽ വർഷമാവും. ഒരു സിംഗിൾ ഇയർ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഓരോ വർഷവും നമ്മൾ എന്ത് ചെയ്യണം?
അതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നതിനാണ് സിംഗിൾ പീരീഡ് വാല്യുവേഷൻ മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ സിംഗിൾ പീരീഡ് വാല്യുവേഷൻ മോഡലിൽ ക്ലിയർ ഇക്വിറ്റി ഷെയർ നമ്മൾ എന്തായിട്ട് അസ്യൂം ചെയ്യുന്നു? ഹോൾഡിംഗ് പീരീഡ് ഈസ് ട്രീറ്റഡ് ആസ് 1. ഹോൾഡിംഗ് പീരീഡ് ഈസ് ട്രീറ്റഡ് ആസ് 1. ഒരു വർഷത്തേക്കാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഒരു ഇക്വിറ്റി ഷെയറിൻ്റെ വാല്യൂ ക്ലിയർ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫോർമുല നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നുണ്ടാവും അല്ലേ? നിങ്ങളിപ്പോൾ കാണുന്നതാണ് ഇതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല. ക്ലിയർ? സോ വാട്ട് ഈസ് ദ ഫോർമുല? P0 equal to clear divided, that is D1 divided by 1 plus K plus P1 divided by 1 plus K. നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഇനി ഇതിൻ്റെ നൊട്ടേഷൻ നോക്കുക. what is P0? കറണ്ട് മാർക്കറ്റ് പ്രൈസ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓർ അതിനെന്ത് പേര് പറയാൻ വേണമെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ എന്ത് പറയാം? ഇൻട്രിൻസിക് വാല്യൂ എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ എന്ത് പറയാം? പ്രസന്റ് വാല്യൂ ഓഫ് ഷെയർ. ഓക്കെ, സോ പി വി ഓഫ് ഷെയർ എന്ന് പറയാം, അല്ലെങ്കിൽ ഇൻട്രിൻസിക് വാല്യൂ ഓഫ് ഷെയർ എന്ന് പറയാം, അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് ഓഫ് എ ഷെയർ. ഓക്കെ, അല്ലെങ്കിൽ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഓഫ് എ ഷെയർ ഈസ് ഈക്വൽ ടു എന്താണത്? എന്തിന് തുല്യമായിരിക്കണം? D1. ക്ലിയർ? വാട്ട് ഈസ് D1? എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് ആണ്. എന്ത് ഡിവിഡൻഡ് ആണ്? എക്സ്പെക്റ്റഡ്. ഓക്കെ, ഡിവിഡൻഡ്. ഓക്കെ, എന്താ എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ? നമ്മൾ പ്രതീക്ഷിക്കുന്ന ഡിവിഡൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ഫസ്റ്റ് ഇയർ. ഒന്നാമത്തെ വർഷത്തിൻ്റെ അവസാനം നമ്മൾ ഒരു വർഷം ബിസിനസ് ചെയ്തു, ആ വർഷത്തിൻ്റെ അവസാനം എന്താണോ ഡിവിഡൻഡ് ആയിട്ട് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് അതിനെയാണെന്ന് പറയാ D1. അപ്പോൾ D1 എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ്. ഓക്കെ, അറ്റ് ദി എൻഡ് ഓഫ് ഫസ്റ്റ് ഇയർ. ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് കിട്ടാവുന്ന ഡിവിഡൻഡ്. ക്ലിയർ? ഓക്കെ, P1 എന്താ? P1 ഈക്വൽ ടു എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ്. സോ എക്സ്പെക്ട് ഡിവിഡൻഡ് ആണോ? D ആണ് ഡിവിഡൻഡ് അല്ലേ? അപ്പോൾ P1 എന്തായിരിക്കും? P സ്റ്റാൻഡ്സ് ഫോർ പ്രൈസ്. സോ എക്സ്പെക്റ്റഡ് പ്രൈസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഫസ്റ്റ് ഇയർ. Expected price at the end of the first year. So P1 stands for the expected price at the end of the first year. Clear? ഒരു വർഷം കഴിയുമ്പോൾ അത് വിൽക്കുകയാണെങ്കിൽ എന്ത് വില കിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. എക്സ്പെക്റ്റഡ് ആണ് കേട്ടോ, ആക്ച്വൽ അല്ല. കഴിഞ്ഞിട്ടല്ല വാല്യൂ ചെയ്യുക. ക്ലിയർ? പ്രസന്റ് വാല്യൂവിൽ നമ്മൾ എടുക്കുമ്പോൾ ഫ്യൂച്ചറിലുള്ള എമൗണ്ട് ആണ്. ക്ലിയർ? എക്സ്പെക്ട് ചെയ്യുന്നത് മാത്രം. ഓക്കെ, വാട്ട് ഈസ് K? K stands for the cost of capital or cost of equity or ക്യാപിറ്റലൈസേഷൻ റേറ്റ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് റേറ്റ്. സോ കെ എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് റേറ്റ് ആണ്, ക്യാപിറ്റലൈസേഷൻ റേറ്റ് ആണ്, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണ്, അല്ലെങ്കിൽ അതിനെ KE എന്ന് വേണമെങ്കിൽ പറയാം. ക്ലിയർ? ഓർ റിക്വയർഡ് റേറ്റ് ആയിട്ടും പറയാം. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് K. ക്ലിയർ? അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് രണ്ടിൻ്റെയും സമ്മേഷനാണ് എന്ത്? P0. സോ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ സമ്മേഷൻ ആയിരിക്കും? ഡിവിഡൻഡ്, ഒരു കമ്പനിക്ക് കിട്ടിയിരിക്കുന്ന ഡിവിഡൻറ്റിൻ്റെ പ്രസൻറ്റ് വാല്യൂ, ഒരു വർഷത്തേക്ക് കിട്ടിയിരിക്കുന്ന ഡിവിഡൻറ്റിൻ്റെ പ്രസൻറ്റ് വാല്യൂ പ്ലസ് ഒരു വർഷം കഴിഞ്ഞാൽ കിട്ടുന്ന പ്രൈസിൻ്റെ പ്രസൻറ്റ് വാല്യൂ. ക്ലിയർ? ഇത് രണ്ടും കിട്ടുന്നത് എപ്പോഴാണ്? ഒരു വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഒരു വർഷം കഴിയുന്നതിൻ്റെ പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിന് തുല്യമായിട്ടുള്ള തുകയായിരിക്കും നമ്മുടെ P0 എന്ന് അസ്യൂം ചെയ്യുന്നു. ക്ലിയർ? അതുകൊണ്ട് ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത്, ഓക്കെ, തിയറട്ടിക്കൽ വാല്യൂ എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? ഇതിൻ്റെ പ്രസൻറ്റ് വാല്യൂവിന് തുല്യമാണ്. പ്രസൻറ്റ് വാല്യൂസ് ഓഫ് ഓൾ ക്യാഷ് ഇൻഫ്ലോ ഫ്രം an equity share. ഒരു ഇക്വിറ്റി ഷെയറിന് എന്ത് ക്യാഷ് ഇൻഫ്ലോസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഒരു വർഷം വരെ നമുക്ക് ഡിവിഡൻഡ്, അപ്പോൾ ഒരു വർഷത്തേക്കുള്ള ഡിവിഡൻഡ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഒരു വർഷം കഴിഞ്ഞ് വിൽക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രൈസ്, സെല്ലിംഗ് പ്രൈസും കിട്ടും. ക്ലിയർ? ഇത് രണ്ടിൻ്റെയും എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഈ രണ്ട് വാല്യൂസിൻ്റെയും പ്രസൻറ്റ് വാല്യൂയിലേക്ക് മാറ്റി അതിൻ്റെ സമ്മേഷൻ എടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടുന്നു? കറണ്ട് മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ ഇൻട്രിൻസിക് വാല്യൂ. ക്ലിയർ? ലഭിക്കും. ക്ലിയർ? സോ ദിസ് ഈസ് വാട്ട് ദി value of a equity share, value of equity under discounted cash flow approach, single period valuation. ക്ലിയർ? ഇപ്പോൾ DCF മെത്തേഡ് തന്നെ രണ്ട് തരത്തിലുണ്ട്. ക്ലിയർ? എന്തൊക്കെയാണ് DCF? ക്ലിയർ? സിംഗിൾ പീരീഡും ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ മൾട്ടി പീരീഡ് എന്ന് പറയുന്നത് മൾട്ടി പീരീഡ്. ക്ലിയർ? 2 സ്റ്റേജ് എന്ന് വേണമെങ്കിലും പറയും. 2 സ്റ്റേജ്, 2 സ്റ്റേജ് ആയിട്ട് വരുന്നത്. ക്ലിയർ? ഇപ്പോൾ മൾട്ടി സ്റ്റേജ് അല്ലെങ്കിൽ സിംഗിൾ പീരീഡും മൾട്ടിപ്പിൾ സ്റ്റേജ് അല്ലെങ്കിൽ കൂടുതൽ. ക്ലിയർ? മൾട്ടി പീരീഡ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ക്ലിയർ? ഇപ്പോൾ മൾട്ടി പീരീഡ്. ഓക്കെ, ഇപ്പോൾ സിംഗിൾ പീരീഡ് ആൻഡ് മൾട്ടി പീരീഡ്. ഇതിൽ സിംഗിൾ പീരീഡാണ് നമ്മളിപ്പോൾ നോക്കിയത്.
നോ ക്ലിയർ? അപ്പോൾ സിംഗിൾ പീരീഡ് അനുസരിച്ച് ഇങ്ങനെയാണ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന നൊട്ടേഷൻ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും അല്ലേ? അപ്പോൾ ഈ നൊട്ടേഷൻ അനുസരിച്ച് ടീച്ചർ എന്ന് പറയുന്നത് കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് വേണമെങ്കിൽ പറയാം, ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയാം. D1 എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് ഡിവിഡൻ്റ് ആണ് കേട്ടോ. ഡിവിഡൻഡ് പെയ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഫസ്റ്റ് ഇയർ അല്ലേ? ഇപ്പോൾ നമ്മൾ ഇപ്പോഴാണ് വാല്യൂ ചെയ്യുന്നത് അല്ലേ? എപ്പോഴാണ് ഡിവിഡൻഡ് കൊടുക്കാൻ സാധ്യത? എൻഡ് ഓഫ് ദി ഇയർ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്പെക്റ്റഡ് എന്ന് നമ്മൾ പറയും. ഇപ്പോൾ D1 സ്റ്റാൻഡ്സ് ഫോർ എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ. ദെൻ K എന്താ? റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഓർ റിക്വയർഡ് റേറ്റ് ഓൺ ഇക്വിറ്റി. ക്ലിയർ? അതിന് നമ്മൾ KE എന്നാണ് പറയുക. ക്ലിയർ? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. ക്ലിയർ? ദെൻ P1 എന്താണ്? സെല്ലിംഗ് പ്രൈസ് അറ്റ് ദി എൻഡ് ഓഫ് ദി പീരീഡ്. ക്ലിയർ? ഫസ്റ്റ് ഇയറിലുള്ള ഒന്നാമത്തെ വർഷത്തിലുള്ള അവസാനത്തിലുള്ള സെല്ലിംഗ് പ്രൈസ്. ഇതും വെക്കണമെന്നുണ്ടോ? ഇല്ല. പക്ഷെ എക്സ്പെക്റ്റഡ് സെല്ലിംഗ് പ്രൈസ് ആണ്. എന്ത് വിലയ്ക്ക് വെക്കും നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നു അതാണ് എക്സ്പെക്റ്റഡ് സെല്ലിംഗ് പ്രൈസ്. നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് വരാം. ഇല്ലുസ്ട്രേഷൻ നമ്പർ 4. ക്ലിയർ? ഓക്കെ. എന്താണ് ഇല്ലുസ്ട്രേഷൻ ഇതിൽ പറയുന്നത്? An investor would like to get a dividend of 30 paise from a share and want to sell it next year for ₹60 after keeping it for 1 year. Clear? The required rate of return is 20%. What will be the present value of its share or intrinsic value of its share? ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 2019 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഇങ്ങനെയുള്ള ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡാറ്റ, റിലവൻ്റ് ആയിട്ടുള്ള ഡാറ്റ. ക്ലിയർ? എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് നോക്കൂ. റിലവൻ്റ് ഡാറ്റ തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? ഡിവിഡൻഡ് ഈസ് ഗിവൺ അല്ലേ? എക്സ്പെക്റ്റഡ് ആണ്. ഇൻവെസ്റ്റർ വുഡ് ലൈക്ക് ടു ഗെറ്റ്. കിട്ടിയിട്ടുണ്ടോ? ഇല്ല. കിട്ടാൻ പോകുന്നത് എത്രയാണത്? 30 പൈസ. 30 പൈസ നമുക്ക് എന്ത് പറയാം? സോ D1 ഈക്വൽ ടു 0.3. ക്ലിയർ? 30 പൈസ എന്ന് പറയുമ്പോൾ 0.3 റുപ്പി അല്ലെങ്കിൽ 30 പൈസ. 30/100. ക്ലിയർ? 0.3. Straight. What is next? Share price is given at the end of the first year is 60 രൂപയ്ക്ക് ട്രേഡ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് അല്ലേ? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? ഈസ് ഗിവൺ ആസ് K ഈസ് ഗിവൺ ആസ് 20% അല്ലേ? 20%. 20% നമുക്ക് എന്ത് പറയാം? 0.2. അപ്പോൾ തന്നിരിക്കുന്ന വിവരങ്ങളൊക്കെ നമ്മൾ എടുത്തെഴുതി. ക്ലിയർ? അപ്പോൾ ഇവിടെ തന്നെ ഉണ്ട്, നിങ്ങൾക്ക് നോക്കാം. സോ ഹിയർ K ഈക്വൽ ടു 0.2 ദാറ്റ് ഈസ് 20%. D1 equal to 0.3 that is 30 paise. Clear? Then P1 equal to 60 rupees. അല്ലേ? ഇനി എന്ത് ചെയ്താൽ മതി? ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എന്താണ് ഫോർമുലയിൽ പറയണത്? P0 equal to D1 divided by 1 plus K plus P1 divided by 1 plus K. ഓക്കെ, സ്ക്രീനിൽ കാണുന്നുണ്ടാവും അല്ലേ നിങ്ങൾക്ക്? ഓക്കെ, ദെൻ അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ വാല്യൂസ് എങ്ങനെ വരും? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.3 divided by 1 plus 0.2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 1.2. ക്ലിയർ? സോ 1 plus 0.2 ആണ് അല്ലേ? 1 plus K എന്ന് പറയുന്നത്. അപ്പോൾ അത് 1.2 തന്നെയാണ് വരിക. ക്ലിയർ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1.2. അതുപോലെ 60 divided by 1 plus 0.2 ദാറ്റ് ഈസ് 1.2. ഓക്കെ, ദെൻ അതിനെ വീണ്ടും നമ്മൾ റെഡ്യൂസ് ചെയ്യുമ്പോൾ 0.25 plus 50 ദാറ്റ് ഈസ് ഈക്വൽ ടു 50.25. സോ ദിസ് ഈസ് ദി ഇൻട്രിൻസിക് വാല്യൂ. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രസൻറ്റ് വാല്യൂ ഓഫ് എ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ ഇതിൻ്റെ അർത്ഥം എന്താ? ഇഫ് ദ സ്റ്റോക്ക് വാസ് സെല്ലിംഗ് ഫോർ ₹53.71 ഓർ ലെസ്, ഇറ്റ് വുഡ് ബി ബെറ്റർ ടു പർച്ചേസ് ഇറ്റ് ബേസ്ഡ് ഓൺ ദി അനാലിസിസ്. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ വേറൊരു പാർട്ട് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? സോ വാട്ട് വിൽ ബി ദി ഇൻട്രിൻസിക് വാല്യൂ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി സപ്പോസ് ഇതിനെ നമ്മൾ എങ്ങനെയാണ് കമ്പയർ ചെയ്യുക? ക്ലിയർ? ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എങ്ങനെയാണ് എടുക്കുക? ഇപ്പോൾ കറൻ്റ്ലി ദ പ്രൈസ് ഈസ് സെല്ലിംഗ് അറ്റ് ₹53.71 എന്ന് വിചാരിക്കാം. ക്ലിയർ? 53 രൂപ. സോ ഇഫ് ദ സ്റ്റോക്ക് വാസ് സെല്ലിംഗ് ഫോർ ₹53.71, 53 അല്ല, ഇവിടെ നമ്മൾ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിരുന്നു. 50.25 എന്നാകണം നമ്മൾ ഇൻട്രിൻസിക് വാല്യൂ എന്താണോ അത്. ക്ലിയർ? സോ 50.25 താഴേക്ക് അതോ അതിന് താഴേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വാങ്ങിക്കാം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ? വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കാനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇതാണ്. എന്താണ് ക്രൈറ്റീരിയ? നമ്മൾ നേരത്തെ പഠിച്ചാണ് അതല്ലേ? ഒന്നുകൂടെ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. എന്താണത്? ദാറ്റ് ഈസ് സ്ക്രീനിൽ നോക്കുക. ക്ലിയർ? എപ്പോഴാണ് നമ്മൾ വാങ്ങിക്കുന്നത്? ഇഫ് ദ കാൽക്കുലേറ്റഡ് വാല്യൂ, ഇൻട്രിൻസിക് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ, ക്ലിയർ,
മാർക്കറ്റ് പ്രൈസ് എന്ന് നമ്മൾ P0 എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അല്ലെങ്കിൽ കറണ്ട് മാർക്കറ്റ് പ്രൈസ് തന്നെ കൊടുക്കാം. കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി കറണ്ട് മാർക്കറ്റ് പ്രൈസ് അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇൻട്രിൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തത് കൂടുതലും മാർക്കറ്റിൽ വില കുറവാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? അണ്ടർ പ്രൈസ്ഡ് ഷെയർ. എന്താ പറയുക? അണ്ടർ പ്രൈസ്ഡ്, അണ്ടർ ഹൈഫൺ പ്രൈസ്ഡ്. ക്ലിയർ? ഷെയർ. ഇങ്ങനെ അണ്ടർ പ്രൈസ്ഡ് ഷെയർ വരുമ്പോൾ എന്ത് ചെയ്യണം നമ്മൾ? വി ക്യാൻ ബൈ ഇറ്റ്. സോ വാട്ട് ഈസ് എ റെക്കമെൻഡേഷൻ? ബൈ. എന്താ കാരണം? ഇപ്പം നമ്മൾ കുറഞ്ഞ വിലയ്ക്ക് കറണ്ട് മാർക്കറ്റ് പ്രൈസിന് ഷെയർ വാങ്ങിക്കും. ഇൻട്രിൻസിക് വാല്യൂ അതിൻ്റെ കൂടുതലാണ്, റിയൽ വാല്യൂ കൂടുതലാണ്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ കൂടുതലാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഫ്യൂച്ചറിൽ വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? വാങ്ങിക്കാം. ക്ലിയർ? ഇറ്റ് ഈസ് ബെറ്റർ ടു ബൈ അറ്റ് എ ലോ പ്രൈസ്. ക്ലിയർ? ആൻഡ് ദെൻ നെക്സ്റ്റ് വി ക്യാൻ സെൽ ഇറ്റ് അറ്റ് എ ഹയർ പ്രൈസ് ഇൻ ഫ്യൂച്ചർ. ക്ലിയർ? അങ്ങനെ ഒരു പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് ഇതാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ക്ലിയർ? സോ വാട്ട് ഈസ് ദ ഫസ്റ്റ് സിറ്റുവേഷൻ? ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനുമായി ബന്ധപ്പെട്ട് ഇഫ് ദി കാൽക്കുലേറ്റഡ് ഇൻട്രിൻസിക് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ കറണ്ട് മാർക്കറ്റ് പ്രൈസ് then it is called as an underpriced stock. Therefore we can give a buy signal. Clear? So it gives a buy signal and therefore we can recommend for buying it. Number 2, the intrinsic value calculated is less than current market price. Clear? അങ്ങനെയാണ് ഇതിന് എന്ത് പറയും? Situation is called as overpriced share. ഓവർ പ്രൈസ്ഡ് ഷെയർ. ക്ലിയർ? ഓക്കെ, അങ്ങനെയാണ്. ഓവർ പ്രൈസ്ഡ് ഷെയർ ആണെങ്കിൽ എന്താ ചെയ്യാം? വാട്ട് ഈസ് റെക്കമെൻഡേഷൻ? ഇറ്റ് ഈസ് ബെറ്റർ ടു സെൽ. ക്ലിയർ? സോ വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ്? ഇഫ് ദ കാൽക്കുലേറ്റഡ് ഇൻട്രിൻസിക് വാല്യൂ ഈസ് ലെസ് ദാൻ ദി കറണ്ട് മാർക്കറ്റ് പ്രൈസ്. എൻ്റെ അർത്ഥം എന്താ? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ കുറവാണ്, മാർക്കറ്റിൽ ഇപ്പോൾ കൂടുതൽ വിലയ്ക്ക് വിൽക്കുന്നു അല്ലേ. അപ്പോൾ അതിന് ഓവർ പ്രൈസ്ഡ് ഷെയർ എന്നാണ് പറയുക. ക്ലിയർ? അപ്പോൾ അതിന് എന്ത് ചെയ്യാം? ഇപ്പോൾ കൂടുതൽ വിലയ്ക്ക് വിൽക്കാം. കുറച്ച് കഴിയുമ്പോൾ എന്താവും? അത് വില കുറയും. അപ്പോൾ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ വേണമെങ്കിൽ തിരിച്ച് വാങ്ങിക്കാം അറ്റ് എ ലോവർ പ്രൈസ്. നമുക്ക് ഡിഫറൻസ് എന്താണ്? പ്രോഫിറ്റ്. ക്ലിയർ? സോ ദിസ് ഈസ് ഹൗ ഇറ്റ് ഈസ് ഡൺ. ക്ലിയർ? സോ വാട്ട് ഈസ് എ തേർഡ് സിറ്റുവേഷൻ? തേർഡ് സിറ്റുവേഷൻ അല്ലേ, നമ്മൾ നേരത്തെ ബോണ്ടിൻ്റെ കേസിൽ പഠിച്ച പോലെ തന്നെ മൂന്നാമത്തെ സിറ്റുവേഷൻ വരുന്ന സമയത്ത് ക്ലിയർ, ഇൻട്രിൻസിക് വാല്യൂ ഈസ് ഈക്വൽ ടു കറണ്ട് മാർക്കറ്റ് പ്രൈസ്. കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഇൻട്രിൻസിക് വാല്യൂ രണ്ടും ഈക്വൽ ആണ്. അങ്ങനെ വരികയാണെങ്കിൽ എന്താണ് ഇതിനെ പറയുക? സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് എ ഫെയർ പ്രൈസ്ഡ് ഷെയർ. ഫെയർലി പ്രൈസ്ഡ്. ക്ലിയർ? സോ ഫെയർലി പ്രൈസ്ഡ് ഷെയർ. സോ ഇറ്റ് ഈസ് എ ഫെയർലി പ്രൈസ്ഡ് ഷെയർ. ഓക്കെ, അതിനെന്ത് ചെയ്യാം? വാങ്ങിക്കുകയോ വിൽക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. വി ക്യാൻ ഹോൾഡ് ഇറ്റ്. ഒരു ഫെയർലി പ്രൈസ്ഡ് ഷെയർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ഹോൾഡ് ചെയ്യാം, എടുത്തു വയ്ക്കാം. ഇത് എടുത്തു വയ്ക്കേണ്ടത് അത് പിന്നീട് നമ്മൾ ഫ്യൂച്ചറിലുള്ള ട്രെൻഡ് അനുസരിച്ച് ചെയ്യാം. ഇപ്പം നമുക്ക് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ, കൈവശം ഉണ്ടെങ്കിൽ തന്നെ എടുത്തു വയ്ക്കാം. ക്ലിയർ? ഹോൾഡ് ചെയ്യാം, നിലനിർത്താം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? റെക്കമെൻഡേഷൻ കൊടുക്കുക, ട്രേഡ് റെക്കമെൻഡേഷൻ കൊടുക്കുക. ക്ലിയർ? സോ ദിസ് ഈസ് അബൌട്ട് ദി സിഗ്നിഫിക്കൻസ് ഓഫ് വാല്യുവേഷൻ ഓഫ് ഇൻട്രിൻസിക് വാല്യൂ. ക്ലിയർ? ബോണ്ടിൻ്റെ കേസ് നോക്കി തന്നെയാണ്, അത് തന്നെയാണ് ഇവിടെയും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. റൈറ്റ്? സോ ദിസ് ഈസ് അബൌട്ട് സിംഗിൾ പീരീഡ് വാല്യുവേഷനുള്ള ഒരു പ്രോബ്ലമാണ് നമ്മൾ നോക്കിയത്. ക്ലിയർ? അപ്പോൾ ഇതുപോലെ സിമിലർ ആയിട്ട് വരാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ ഉണ്ടാവും. ക്ലിയർ? ഇല്ലുസ്ട്രേഷൻ നമ്പർ 5, 6 എന്നൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ ഇതൊക്കെ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കണം. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് എന്ത് ചെയ്യുക? അതിനനുസരിച്ച് പ്രോബ്ലം സോൾവ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഇല്ലുസ്ട്രേഷൻ 5 D1 തന്നിട്ടുണ്ട്. ക്ലിയർ? വാട്ട് ഇസ് എ D1 വാല്യൂ? 3.5. ക്ലിയർ? അതുപോലെ തന്നെ K തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി തന്നിട്ടുണ്ട് 20%. സോ 0.2. ക്ലിയർ? മാർക്കറ്റ് പ്രൈസ് തന്നിട്ടുണ്ട്. എത്രയാണ്? ഒരു വർഷം കഴിഞ്ഞാൽ വരുന്ന വാല്യൂ 421 ഈസ് ദി എക്സ്പെക്റ്റഡ് സെല്ലിംഗ് പ്രൈസ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഫസ്റ്റ് ഇയർ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫോർമുലയിൽ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുന്നു. അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വാല്യൂ എത്ര കിട്ടും? 353.75. സോ ദാറ്റ് ഈസ് ദി കറണ്ട് വാല്യൂ, ഇൻട്രിൻസിക് വാല്യൂ ഓഫ് ദി ഷെയർ. ഓക്കെ, ഇപ്പോൾ ഈ കേസിൽ നമുക്ക് കറണ്ട് മാർക്കറ്റ് പ്രൈസ് കറൻ്റ്ലി അതിപ്പോൾ സെല് ചെയ്തുകൊണ്ടിരിക്കുന്നത് 400 രൂപയ്ക്കാണെന്ന് വിചാരിക്കുക, 400 rupees സെല് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ക്ലിയർ? കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയർ ഈസ് സെല്ലിംഗ് അറ്റ് 400 rupees per share. Clear? Intrinsic value is 353.75 or 354. Clear? നിങ്ങൾ എന്ത് റെക്കമെൻഡേഷനാണ് കൊടുക്കുക? വാങ്ങിക്കണോ വിൽക്കണോ? അല്ലേ? നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇൻട്രിൻസിക് വാല്യൂവിനെ
കറണ്ട് മാർക്കറ്റ് പ്രൈസുമായിട്ട് എന്ത് ചെയ്യണം? കമ്പയർ ചെയ്യണം. കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? IV ഇൻട്രിൻസിക് വാല്യൂ ഈസ് ലെസ് ദാൻ CMP അല്ലേ? CMP യേക്കാൾ എന്താണ്? കുറവാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഓവർ പ്രൈസ്ഡ് ഷെയർ ആണ് അല്ലേ? അതുകൊണ്ട് ഇത് എന്ത് ചെയ്യാം? വി ക്യാൻ സെൽ ഇറ്റ്. ഇറ്റ് ഈസ് ബെറ്റർ ടു സെൽ ഇറ്റ് നൗ. ഓക്കെ, ഇങ്ങനെ റെക്കമെൻഡേഷൻ കൊടുക്കാൻ പറ്റും. സോ ദിസ് ഈസ് ഹൗ ഇക്വിറ്റി വാല്യുവേഷൻ ഈസ് ഹെൽപ്ഫുൾ ഫോർ ദി ഇൻവെസ്റ്റർ. ക്ലിയർ? ഇത് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡിൻ്റെ സിംഗിൾ പീരീഡ് വാല്യുവേഷൻ അല്ലെങ്കിൽ സിംഗിൾ പീരീഡിൽ നമ്മൾ വാല്യൂ ചെയ്യുമ്പോൾ വരുന്ന കാര്യമാണ്. ക്ലിയർ? മൾട്ടി പീരീഡ് വാല്യുവേഷൻ വരുന്ന സമയത്ത് ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ നമുക്കത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് സിംഗിൾ പീരീഡ് വാല്യുവേഷൻ സംബന്ധിക്കുന്ന ഇല്ലുസ്ട്രേഷൻ ക്വസ്റ്റ്യൻസ് ക്ലിയർ താഴെ ഉണ്ടാവും, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവും, അല്ലെങ്കിൽ അയച്ചു തന്നിരിക്കുന്ന സ്റ്റഡി മെറ്റീരിയലുണ്ട്. അത് നോക്കിയിട്ട് എന്ത് ചെയ്യുക? സോൾവ് ചെയ്യുക. ഒഴിവ് കിട്ടുന്ന സമയത്ത് സോൾവ് ചെയ്യുക. പ്രോബ്ലം സോൾവ് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ.